യാമങ്ങൾ തോറും പ്രാർത്ഥനയെ പ്രണയിച്ചോരിതുപോലൊരു ജന്മമുണ്ടോ? ഭോജ്യത്തെ കൈവിട്ടും ജപമുറിയിൽ ധ്യാനിച്ചും ജീവിതമിങ്ങനെയുണ്ടോ? കണ്ണീരിൽ മുങ്ങുമ്പോൾ കഥനത്തിൽ താഴുമ്പോൾ സഖിയായി ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുശാസിക്കേണ്ട ജീവിത പ്രമാണങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി പരാമർശിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ്ലീഹയാണ്. പ്രത്യേകിച്ച് റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിൽ ഏറെ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളായി വിവരിച്ച് തരുന്നത്. ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ വിഷയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികീതുതാ, ഇതു നമസ്കാരം. അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്. ഒരു വിശ്വാസി തീർച്ചയായും വായിച്ച് ഗ്രഹിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഈ ഭാഗങ്ങളിൽ പരാമർശിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ സവിശേഷ സ്വഭാവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് നിന്നുകൊള്ളുവിൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിച്ചുകൊള്ളുവിൻ. എത്ര മനോഹരമായ ഉത്ബോധനമാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ റോമ സഭയ്ക്ക് നൽകുന്നത്. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുപോയ ഒരു വിശ്വാസ സമൂഹത്തോടാണ് അപ്പോസ്തലൻ ഈ കാര്യങ്ങളൊക്കെയും പങ്കുവയ്ക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഇളകിപ്പോയ അടിസ്ഥാനങ്ങളെ ഒന്ന് ഉറപ്പിക്കാൻ, ബന്ധങ്ങളെ ഒന്ന് ഊഷ്മളമാക്കി തീർക്കാൻ, വിശ്വാസത്തിൽ തീഷ്ണതയും എരിവും പരിജ്ഞാനവുമുള്ളവരായി തീരാൻ, സ്ഥായിയായ ഒരു ക്രിസ്തീയ മനോഭാവം നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പുലർത്തുവാൻ അപ്പോസ്തലനായ പൗലോസ്ലീഹ ഏറ്റവും ശ്രേഷ്ഠമായ ഉപദേശങ്ങളാണ് ഈ ഭാഗത്ത് നൽകുന്നത്. ആദ്യം പറയുന്നത് നിർവ്യാജ സ്നേഹത്തെക്കുറിച്ചാണ്. സ്നേഹം വ്യാജമായി പോകുന്ന, വ്യർത്ഥമായി പോകുന്ന ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളുടെ സ്നേഹം നിർവ്യാജമായിരിക്കണം. സത്യത്തിൽ അപ്പോസ്തലനായ പത്രോസ്ലീഹ തന്റെ ലേഖനത്തിൽ ഈ സ്നേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പത്രോസ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇതിനോട് സമാനമായ കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവം അന്യോന്യം ഉറ്റു സ്നേഹിപ്പിനെന്നാണ് പത്രോസ്ലീഹ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ്ലീഹായും പത്രോസ്ലീഹായും ഈ കാര്യങ്ങളിൽ വളരെ വ്യക്തമായ ഒരു ദർശനമാണ് നമുക്ക് നൽകുന്നത്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ കുറെ കൂടി വ്യക്തമായി
ഈ സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ചും പരപ്പിനെ കുറിച്ചും പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജമായ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹമാണ് നിർവ്യാജമായ സ്നേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹത്തിൽ ഉൾച്ചേരേണ്ട എല്ലാ മർമ്മങ്ങളെയും ഉൾപ്പെടുത്തി വേണം ക്രിസ്തീയ സ്നേഹത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ. അതോട് ചേർത്ത് പത്രോസ്ലീഹായും കുറെ കൂടി ആഴമായ ചിന്തകൾ പങ്കുവെക്കുന്നുണ്ട്. പത്രോസ്ലീഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം 1 അധ്യായത്തിന്റെ 5 മുതൽ 7 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും, ഇന്ദ്രിയ ജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദര പ്രീതിയും, സഹോദര പ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിനെന്നാണ് അപ്പോസ്തലൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എത്ര വ്യക്തമായ തലങ്ങളെയാണ് ശ്ലീഹ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വിശ്വാസത്തിൽ നിന്ന് സ്നേഹത്തിലേക്കുള്ള വഴി എന്തെന്ന് ഇത്രമാത്രം വ്യക്തമായി തരുന്നത് ശ്ലീഹയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2 അധ്യായത്തിന്റെ 3 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ വീണ്ടും പറയുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ യാതൊന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠരായി എണ്ണിക്കൊള്ളുവിൻ. എത്ര മനോഹരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ തുറന്ന മുഖമാണ് ഇവിടെ അപ്പോസ്തലൻ വെളിപ്പെടുത്തി തരുന്നത്. അങ്ങനെ പത്രോസ്ലീഹായുടെയും പൗലോസ്ലീഹായുടെയും ലേഖനങ്ങളിൽ സ്നേഹത്തെയും സഹോദര പ്രീതിയെയും ഭക്തിയെയും പരിജ്ഞാനത്തെയും വിവേകത്തെയും ഒക്കെ ഇത്രമാത്രം വ്യക്തമാക്കി തരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ ഏറ്റെടുക്കാൻ ഈ കാലത്ത് നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് ന്യായമായ ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതം. നമ്മുടെ ജീവിത സാക്ഷ്യം ഈ ഘടകങ്ങളെ വിശാലമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നതായിട്ട് തീരുമ്പോഴാണ് അപ്പോസ്തലന്മാരുടെ വാക്കുകൾക്ക് ഈ കാലത്ത് മാംസവും രക്തവും കൈവരുന്നത്. അപ്പോസ്തലന്മാരുടെ വാക്കുകൾ നമ്മിലൂടെ ഈ കാലത്ത് മാംസം ധരിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യാവതാരം എടുക്കേണ്ടതായിട്ടുണ്ട്. ആ വാക്കുകളുടെ മനുഷ്യരൂപം എന്തെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ കഴിയുമ്പോഴാണ് സ്നേഹത്തിന്റെ ആഴം, സഹോദര പ്രീതി, ഭക്തിയുടെ അഗാധ തലവുമൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശപൂരിതമായി തീരുക. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും സഹോദര സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.